ഇത് വുഡ്മാൻ പോയിന്റിലെ ബീച്ചാണ്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ പെർത്തിന് സമീപമുള്ള വുഡ്മാൻ പോയിന്റ്. അവിടുത്തെ സുന്ദരമായ ബീച്ച്. തീരത്തു നിന്നും കടലിലേക്ക് നീണ്ടുകിടക്കുന്ന ഒരു ജെട്ടി, ആമോ ജെട്ടി എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതിന്മേൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല നീലക്കടൽ. സുന്ദരമായ കാഴ്ചയാണ്. കടൽപ്പാലത്തിൽ ചൂണ്ടയിട്ടിരിക്കുന്ന ആളുകൾ. ചൂണ്ടയിടാനുള്ള ഉപകരണങ്ങളും ഇരയും സഞ്ചിയും കാപ്പിയുമൊക്കെ ഉന്തുവണ്ടിയിൽ കൊണ്ടുവന്നിരിക്കുന്നു ചിലർ. കുട്ടികളെ ചൂണ്ടയിടൽ പഠിപ്പിക്കുകയാണ് ഇവിടെ ഒരാൾ. വേറൊരു കൂട്ടർ തീരത്ത് പാഡിൽ ബോർഡിംഗ് തുടങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെയാകട്ടെ കുറച്ചുപേർ കടലിൽ നീന്തുന്നു. സ്കൂബ ഡൈവിംഗ് ആണ്. കടലിനടിയിലെ കാഴ്ചകൾ കാണാൻ മുങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ. ഷോർ ഡൈവിംഗ് എന്നാണ് തീരത്തോട് ചേർന്നുള്ള ഇത്തരം മുങ്ങലിന്റെ വിശേഷണം. പരമാവധി 2-3 മീറ്റർ മാത്രമേ ഇവിടെ മുങ്ങാൻ സാധിക്കൂ. കടലിനടിയിലെ വർണ്ണമത്സ്യങ്ങളെയും പവിഴപ്പുറ്റുകളെയും ഒക്കെ കാണുകയാണ് ഈ മുങ്ങലിന്റെ ഉദ്ദേശം. എല്ലാ ഉപകരണങ്ങളുമായാണ് മുങ്ങൽ. പ്രത്യേക യൂണിഫോം തന്നെയുണ്ട്. ഇത്തരം ആളുകൾക്കൊപ്പം ഒരു പരിശീലകനുമുണ്ടാകും. ഓക്സിജൻ സിലിണ്ടറും മാസ്കും ഫിന്നുകളുമൊക്കെ ധരിച്ചാണ് ഡൈവിംഗ്. പുതിയ ആളുകൾ ഡൈവിങ്ങിനായി വന്നുകൊണ്ടിരിക്കുന്നു. മുങ്ങുന്നതിനു മുൻപ് കാലിൽ ഫിന്നുകൾ ധരിക്കണം. വെള്ളത്തിൽ മീനെപ്പോലെ നീങ്ങണമെങ്കിൽ കാലിൽ ഈ ഫിൻ അത്യാവശ്യമാണ്. ചിലർ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കുട്ടികളുമായി പന്ത് കളിക്കുന്നു. ചെറുവണ്ടിയും വലിച്ച് കുടുംബസമേതം ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവരുമുണ്ട്. രാവിലെ വന്ന് കടലിൽ കളിയും കുളിയും കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സംഘങ്ങളുണ്ട്. രസകരമായ ജീവിതമുള്ള മനോഹരമായ ഒരു ബീച്ചാണിത്. ഞങ്ങൾ ഇവിടെ നിന്നും മടങ്ങാൻ തീരുമാനിച്ചു. എന്റെ കൂടെ 2 സുഹൃത്തുക്കളുണ്ട്. വുഡ്മാൻ പോയിന്റിൽ നിന്നും കാറിൽ കയറി യാത്ര തുടർന്നു. ഇനി ഇവിടെ നിന്ന് പെർത്ത് നഗരത്തിലേക്ക് തിരികെ പോവുകയാണ്. നഗരത്തിൽ കുറച്ചു കാഴ്ചകൾ കൂടിയുണ്ട്. ഉച്ചയ്ക്ക് മുൻപ് അത് കാണണം. പെർത്തിന്റെ CBD അഥവാ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിലേക്കെത്തി. ഇവിടെ ഒരു ഉദ്യാനമുണ്ട്. അവിടേക്കാണ് അടുത്തതായി പോകുന്നത്. കിങ്സ് പാർക്ക് എന്നറിയപ്പെടുന്ന വലിയൊരു ഉദ്യാനമാണത്. അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഇക്കാണുന്നതാണ് ഇവിടുത്തെ പാർലമെന്റ് മന്ദിരം. വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ പാർലമെന്റ് ഹൗസ്. കേന്ദ്ര പാർലമെന്റ് പോലെ തന്നെ ഒരു അപ്പർ ഹൗസും ലോവർ ഹൗസുമുണ്ട് സംസ്ഥാനത്തിന്റെ പാർലമെന്റിനും. ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നിങ്ങനെയാണ് അവ അറിയപ്പെടുന്നത്. രാജ്യത്തിന്റെ കേന്ദ്ര പാർലമെന്റ് ഹൗസ് കാൻബറ പട്ടണത്തിലാണ്. ഞങ്ങളിപ്പോൾ കിങ്സ് പാർക്കിനടുത്തേക്ക് എത്തിയിരിക്കുന്നു. പെർത്ത് നഗരത്തിനുള്ളിൽ തന്നെ ഒരു കുന്നിൻ മുകളിലുള്ള അതിവിശാലമായ പ്രദേശമാണ് കിങ്സ് പാർക്ക്. അതിന്റെ എൻട്രൻസ് ഭാഗമാണിത്. അവിടം പിന്നിട്ട് പാർക്കിനകത്തേക്ക് എത്തിക്കഴിഞ്ഞു. CBD ഏരിയയും സ്വാൻ നദിയുമൊക്കെ താഴെ കാണാം. എത്ര ഉയരത്തിലാണ് ഈ കുന്നെന്ന് ഇതിലെ ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഒരു കായൽ പോലെ കിടക്കുകയാണ് സ്വാൻ നദി. വലിയൊരു നദിയാണത്. കാർ ഒരിടത്ത് നിർത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങി നടന്നു. കുറച്ചുനേരം ഇവിടെ വാഹനം പാർക്ക് ചെയ്തിടുന്നതിന് കുഴപ്പമില്ല. ഇന്ന് ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് ഈ സമയത്ത് കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട്. കുടുംബസമേതമൊക്കെ എത്തുന്ന ആളുകൾ. ഞങ്ങൾ നടന്ന് വ്യൂ പോയിന്റിലേക്കെത്തി. കാർട്ട ഗാർ അപ്പ് എന്ന വ്യൂ പോയിന്റാണിത്. ഈ കുന്നിന് അബോറിജിൻ ഗോത്രമായ നൂങ്ങറുകൾ നൽകിയിരുന്ന പേരാണ് കാർട്ട ഗാർ അപ്പ് എന്നത്. ഒരു ഭാഗത്ത് വലിയ കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്ന സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട്. അതിനപ്പുറം പരന്നൊഴുകുന്ന സ്വാൻ നദി. നദിയിൽ പല ജലവിനോദങ്ങളും നടക്കുന്നുണ്ട്. നദിയുടെ ഓരത്തുകൂടി ഞങ്ങൾ ഇവിടേക്ക് വന്ന ഹൈവേ ആണ് ഇക്കാണുന്നത്. സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന കുറെ കെട്ടിടങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞ 10-15 വർഷങ്ങൾക്കിടയിൽ ഉയർന്നു വന്നതാണ്. ഖനിക്കമ്പനികളുടെ കേന്ദ്ര ഓഫീസുകളാണ് ഇതിൽ പലതും. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ ഖനികളുടെ ആസ്ഥാന നഗരമാണ് പെർത്ത്. എന്നാൽ ഖനിക്കമ്പനികളുടെ ആസ്ഥാനം പെർത്താണ്. ഇക്കാണുന്ന റിയോ ടിൻഡോ എന്ന മെലിഞ്ഞ കെട്ടിടവും BHP എന്ന വീതിയുള്ള കെട്ടിടവും 2 ഖനന കമ്പനികളുടേതാണ്. സ്വർണം മാത്രമല്ല പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ ഖനനം ചെയ്യുന്നത്. ഇരുമ്പയിര്, നിക്കൽ, കോപ്പർ, സിങ്ക്, ഡയമണ്ട്സ് എന്നിവയുടെയെല്ലാം ഖനികൾ ഇന്നാട്ടിലുണ്ട്. സമ്പന്നമായൊരു സ്റ്റേറ്റായി വെസ്റ്റേൺ ഓസ്ട്രേലിയ മാറാനുള്ള കാരണം തന്നെ ഭൂമിക്കടിയിലുള്ള ഖനിജങ്ങളാണ്. ഖനികൾ 100 കണക്കിന് കിലോമീറ്റർ അകലെയാണെങ്കിലും
അതിന്റെ എല്ലാം ആസ്ഥാനങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളും പ്രവർത്തിക്കുന്നത് പെർത്തിലാണ്. കിങ്സ് പാർക്കിന്റെ മനോഹരമായ പുൽത്തകിടികളിലൂടെ ഞങ്ങൾ നടത്തം തുടർന്നു. ഇവിടെ ചിലർ എന്തോ ചടങ്ങിനുള്ള വട്ടം കൂട്ടുകയാണ്. നിലത്ത് പരവതാനി വിരിച്ച് ആളുകൾക്ക് വട്ടത്തിലിരിക്കാനുള്ള സൗകര്യമൊരുങ്ങുന്നു. ഒരു ഗർഭിണിയെ ആദരിക്കുന്ന ചടങ്ങോ മറ്റോ ആണ്. സ്ത്രീകളും ഒരു കുട്ടിയും ചേർന്നാണ് ഒരുക്കങ്ങൾ നടത്തുന്നത്. പാർക്കിനകത്ത് ഇങ്ങനെയുള്ള റെസ്റ്റോറന്റുകളൊക്കെയുണ്ട്. രസകരമാണ് സംവിധാനങ്ങളെല്ലാം. പാർക്കിനുള്ളിലെ പലവിധ ഫെസിലിറ്റികളിലേക്കുള്ള ചൂണ്ടുപലകകൾ ഇവിടെയുണ്ട്. സ്റ്റേറ്റ് വാർ മെമ്മോറിയൽ ഒരു സ്ഥലത്തുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അവിടേക്ക് നടന്നു. അതിമനോഹരമായി സംരക്ഷിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. പുൽമേടുകൾ കൃത്യമായി വെട്ടിയൊരുക്കി വെച്ചിരിക്കുന്നു. ഒരു ഭാഗത്തും വെയിലേറ്റ് പുല്ല് കരിഞ്ഞു പോയിട്ടില്ല. ഒരു ഭാഗത്തും കൂടുതൽ വളരുന്നുമില്ല. അങ്ങകലെ കാണുന്നതാണ് സ്റ്റേറ്റ് വാർ മെമ്മോറിയൽ. അതിനടുത്തേക്കാണ് എന്റെ നടത്തം. 990 ഏക്കർ വിസ്തൃതിയുണ്ട് കിങ്സ് പാർക്കിനാകെ. 1895 ഇതൊരു പബ്ലിക് പാർക്കായി മാറ്റിയത്. പാർക്കിലെ സ്റ്റേറ്റ് വാർ മെമ്മോറിയലിന്റെ ഒരു ഭാഗമാണിത്. യുദ്ധങ്ങളിൽ മരിച്ചവർക്കുള്ള സ്മാരകമായി ഒരു തീനാളം ഒരിടത്ത് ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. വെള്ളത്തിന് നടുവിൽ നിന്നാണ് അത് കത്തുന്നത്. കൗതുകമുള്ളൊരു കാഴ്ചയാണത്. അങ്ങേയറ്റത്ത് വലിയൊരു സ്തംഭം. ഇവിടെ കുറച്ചാളുകൾ ഒഫീഷ്യൽ പട്ടാള യൂണിഫോമിൽ നിൽക്കുന്നുണ്ട്. ഒരു മെമ്മോറിയൽ ചടങ്ങ് നടക്കുകയാണ് ഇവിടെ. വെറോണിക്ക എന്നാണ് ഈ സ്ത്രീയുടെ പേര്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വെറോണിക്ക പറഞ്ഞു തന്നു. നവംബർ 11 മരിച്ച സൈനികർക്ക് ആദരമർപ്പിക്കുന്ന റിമംബറൻസ് ഡേ. അതിന്റെ തുടർച്ചയായി ഇന്നും ഞങ്ങൾ ഒത്തുചേരുകയാണെന്ന് വെറോണിക്ക പറയുന്നു. വെറോണിക്കയും ഓസ്ട്രേലിയൻ പട്ടാളക്കാരിയായിരുന്നു. മുൻ സൈനിക ഓഫീസർമാരാണ് ഒത്തുചേർന്നിരിക്കുന്നത്. അനുസ്മരണ പരിപാടിയും ഡിന്നറുമെല്ലാം ഉണ്ട് ഇന്ന്. ഒരു കാലത്ത് പുലികളായിരുന്ന പട്ടാള ഓഫീസർമാരായിരിക്കാം. കേണൽമാരും മറ്റ് ഓഫീസർമാരും എല്ലാം ഉണ്ടാകും ഈ കൂട്ടത്തിൽ. മിക്കവരും ഭാര്യയുമൊത്താണ് വന്നിരിക്കുന്നത്. ഇവരിൽ പലരും നാറ്റോയ്ക്ക് വേണ്ടിയാണ് ജോലി ചെയ്തിരുന്നതത്രേ. ഓസ്ട്രേലിയ വലിയ യുദ്ധങ്ങളിലൊന്നും നേരിട്ട് പങ്കെടുത്തിട്ടില്ലല്ലോ. മതിലിനോട് ചേർന്ന് നിർമ്മിച്ച നീളൻ ബെഞ്ചിൽ പഴയ ഓഫീസർമാരും ഭാര്യമാരും നിരന്നിരിക്കുന്നു. ശരിക്കും ഓസ്ട്രേലിയ നാറ്റോയിൽ അംഗത്വമുള്ള രാഷ്ട്രമല്ല. എന്നാൽ നാറ്റോയിലെ സൈനിക ഓപ്പറേഷനുകളിൽ അവർ പങ്കെടുക്കാറുണ്ട്. 1901 രൂപീകൃതമായതാണ് ADF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സ്. കരസൈന്യവും വ്യോമസേനയും നാവികസേനയും അതിൽ ഉൾപ്പെടുന്നു. ഞാൻ വാർ മെമ്മോറിയലിന്റെ പ്രധാന സ്തംഭത്തിനടുത്തേക്ക് ചെന്നു. 1-ാം ലോകമഹായുദ്ധത്തിലെ ഹീറോകൾക്കുള്ള സ്മാരകമായിട്ടാണ് ഇത് നിർമ്മിച്ചത്. 1914 മുതൽ 18 വരെ നടന്ന യുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ച ഓസ്ട്രേലിയക്കാർക്ക് വേണ്ടി. 1-ാം ലോകമഹായുദ്ധത്തിൽ 4 വർഷത്തിനിടെ 4,16,000 ഓസ്ട്രേലിയക്കാർ സൈനിക നീക്കങ്ങളുടെ ഭാഗമായി ലോകത്തിന്റെ പല ഭാഗത്ത് സേവനമനുഷ്ഠിച്ചെന്നാണ് കണക്ക്. വെസ്റ്റേൺ ഫ്രണ്ടിലാണ് അവർ കടുത്ത യുദ്ധത്തിൽ ഏർപ്പെട്ടത്. ഫ്രാൻസിലും ബെൽജിയത്തിലും ബ്രിട്ടീഷ് സൈന്യത്തിനൊപ്പം ചേർന്ന് മിഡിൽ ഈസ്റ്റിലും അവർ പോരാടി. ജനസംഖ്യ നന്നേ കുറഞ്ഞ ഈ രാജ്യത്തെ 60,000 സൈനികരാണ് 1-ാം ലോകമഹായുദ്ധത്തിൽ മരിച്ചത്. 1,55,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സീ ഓഫ് റെഡ് പോപ്പീസ് എന്നാണ് ഈ പൂക്കൾ അറിയപ്പെടുന്നത്. റിമംബറൻസ് ഡേയോടനുബന്ധിച്ച് എല്ലാ വർഷവും കുറേ ദിവസം ഇതിവിടെ ഉണ്ടാകും. ലോകമഹായുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുടെ പേരുകൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. 1-ാം ലോകമഹായുദ്ധത്തിൽ മരിച്ച 7,000 പേരുടെയും 2-ാം ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട 4,000 വെസ്റ്റേൺ ഓസ്ട്രേലിയക്കാരുടെയും പേരുകളാണ്. ഇതിൽ ഇന്ത്യക്കാരുമുണ്ട്. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഞങ്ങൾ കിങ്സ് പാർക്കിൽ നിന്ന് യാത്ര തുടരുകയാണ്. നേരം ഉച്ചയായിരിക്കുന്നു. പെർത്ത് നഗരത്തിലെ കാഴ്ചകൾ ഇന്ന് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്.
ഇവിടെ നിന്നും 700 കിലോമീറ്ററോളം അകലെയുള്ള കൽഗൂർലി എന്ന സ്ഥലത്തെ ഖനി കാണുന്നതിനായാണ് ഇനി പോകുന്നത്. ഇന്ന് പക്ഷേ ആ ഖനി കാണൽ നടക്കില്ല. 700 കിലോമീറ്റർ ഓടി കൽഗൂർലിയിലെത്തുമ്പോഴേക്കും രാത്രിയാകും. ഓസ്ട്രേലിയയുടെ മധ്യഭാഗത്തേക്കാണ് എത്തേണ്ടത്. 700 കിലോമീറ്റർ ഒന്നും ഓസ്ട്രേലിയയിൽ ഒരു ദൂരമല്ലെന്ന് പറയാം. ഇനി ഞങ്ങൾ ആദ്യം പോകുന്നത് ജൂണ്ടലപ്പ് എന്ന ഒരു ഭാഗത്തേക്കാണ്. ജൂണ്ടലപ്പിൽ ചെന്ന് റെജി പുല്ലാട്ട് എന്ന സുഹൃത്തിനെ കൂട്ടണം. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ലഞ്ചും കഴിച്ച് യാത്ര തുടരാമെന്നാണ് തീരുമാനം. ജൂണ്ടലപ്പ് ഏരിയയിലേക്കെത്തി. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ജൂണ്ടലപ്പ്. സമ്പന്നരായ ആളുകൾ വസിക്കുന്ന പ്രദേശം. സമ്പന്ന വീടുകളിൽ വലിയൊരു ശതമാനവും ഇന്ത്യക്കാരുടേതാണ്. അതിൽ മലയാളികളുടേതുമുണ്ട്. സായിപ്പിന് വലിയ വീട് വയ്ക്കുന്നതിനൊന്നും താല്പര്യമുണ്ടാവില്ല. കിട്ടുന്ന കാശുകൊണ്ട് അടിച്ചുപൊളിച്ചു ജീവിക്കാനാണ് അവർക്കിഷ്ടം. എന്നാൽ ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ സ്വഭാവം മറിച്ചാണ്. അടിച്ചുപൊളി പരിപാടികൾക്ക് പണം അധികം ചെലവാക്കാതെ ജീവിക്കാൻ അവർ ശ്രദ്ധിക്കും. വീടിനു വേണ്ടിയും കാറിനു വേണ്ടിയുമൊക്കെ കൂടുതൽ പണം മുടക്കും. ഞങ്ങൾ റെജിയുടെ വീട്ടിലെത്തി. ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിച്ച ശേഷം ഡെവിൻസ് യാത്ര പറഞ്ഞു പോയി. ഉദ്യാന സമാനമായ ഒരു മനോഹര പ്രദേശമാണ് ജൂണ്ടലപ്പ്. ധാരാളം മരങ്ങളും ചെടികളും പുൽത്തകിടിയും. ഞങ്ങൾ റെജി പുല്ലാട്ടിന്റെ കാറിലേക്ക് കയറി. ഇവിടെ ഒരു ഗോൾഫ് കോഴ്സ് ഉണ്ടെന്ന് റെജി പറഞ്ഞു. അതാണ് ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു എന്റർടൈൻമെന്റ് കേന്ദ്രം. ഈ പോകുന്നത് റെജിയുടെ മകനാണ്. തൊമ്മിക്കുഞ്ഞ് എന്നാണ് അവനെ വിളിക്കുന്നത്. തൊമ്മിക്കുഞ്ഞ് ഈ ഗോൾഫ് കോഴ്സിലെ മെമ്പറാണ്. അവൻ കയ്യിൽ ഗോൾഫ് ക്ലബ്ബുമായാണ് ഇറങ്ങിയിരിക്കുന്നത്. ഗോൾഫ് കളിക്കാനുള്ള സ്റ്റിക്കാണ് ക്ലബ്. ഞങ്ങളെ കളി പഠിപ്പിക്കാമെന്ന് പറഞ്ഞാണ് അവൻ മുൻപേ നടക്കുന്നത്. പലയിടത്തും ഗോൾഫ് കളി നടക്കുന്നു. കുട്ടികളും മുതിർന്നവരുമൊക്കെ ഇത് കളിക്കും. ഗോൾഫ് കളിക്കുന്ന സ്ഥലമാണ് ഗോൾഫ് കോഴ്സ്. ഒരു ഗോൾഫ് കോഴ്സിൽ 9, 18 എന്നിങ്ങനെ എണ്ണത്തിൽ ഹോളുകൾ ഉണ്ടാകും. സ്ഥലവിസ്തൃതി അനുസരിച്ച് 9ന്റെ ഗുണിതങ്ങളായിരിക്കും ഹോളുകളുടെ എണ്ണം. ചെറിയ പന്ത് സ്റ്റിക്ക് കൊണ്ടടിച്ച് ഓരോ ഹോളിലും വീഴ്ത്തണം. ഇതാണ് ഗോൾഫ് ബോൾ. ഇവിടുത്തെ ഓഫീസിൽ ചെന്ന് നിശ്ചിത തുക കൊടുത്താൽ ഇങ്ങനെ കുറെ പന്ത് കിട്ടും. 25, 50 എന്നിങ്ങനെ നമുക്ക് ആവശ്യമുള്ളത്ര പന്ത് വാങ്ങാം. കളിക്കുമ്പോൾ പന്ത് ദൂരെ തെറിച്ചു പോകും. അതിവിടുത്തെ ജീവനക്കാർ തന്നെ പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് തരും. പരിശീലിക്കുന്നവരും നന്നായി കളിക്കുന്നവരുമുണ്ട് ഇവിടെ. ടീ എന്ന് പറയുന്ന ഒരു ചെറിയ സ്റ്റാൻഡ് ഉണ്ട്. അത് നിലത്ത് കുത്തിവെച്ച് അതിന്മേൽ പന്ത് വെച്ചാണ് അടിക്കുക. തൊമ്മിക്കുഞ്ഞ് വിശദമായി തന്നെ കാര്യങ്ങൾ പറയുന്നു. സായിപ്പിനെ വെല്ലുന്ന ഇംഗ്ലീഷിലാണ് സംസാരം. പരിശീലനം നടക്കുന്ന സ്ഥലമാണിത്. ആളുകൾ ഇവിടെ നിന്ന് പന്തടിച്ച് പല അകലങ്ങളിലേക്ക് തെറിപ്പിക്കുന്നു. ഇനീഷ്യൽ സ്റ്റേജിലുള്ളതാണ് ഈ പന്തടി. ഇങ്ങനെയുള്ള ഗോൾഫ് കാർട്ടുകളിലാണ് തെറിച്ചുപോയ പന്തെടുക്കാനും ഒരു ഹോളിനടുത്ത് നിന്ന് മറ്റൊരു ഹോളിനടുത്തേക്കും പോവുക. ഒരു ഹോളിലേക്ക് ഏറ്റവും കുറഞ്ഞ സ്ട്രൈക്കുകൾ കൊണ്ട് പന്തിനെ എത്തിക്കണം. അലക്സ് ആദ്യം ഒരു പരീക്ഷണം നടത്തി. ആദ്യത്തെ അടി ചീറ്റിപ്പോയി. അടുത്ത അടിയിൽ പന്ത് തെറിക്കുകയും ചെയ്തു. തൊമ്മിക്കുഞ്ഞ് കളിക്ക് വേണ്ടി ഗ്ലൗസ് ഇടുന്നത് മുതൽ ശാസ്ത്രീയമായി കളിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. എങ്ങനെ കൃത്യമായി ഹിറ്റ് ചെയ്യണമെന്നും ആ സമയം കാൽമുട്ട് എങ്ങനെ മടങ്ങണമെന്നും എല്ലാം പറയുന്നുണ്ട്. ക്ലബ് എങ്ങനെ പിടിക്കണം, എത്ര അകലത്തിൽ നിൽക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നുണ്ട്. ഏറ്റവും അകലത്തിലേക്ക് പന്തടിച്ചു വിടുന്നതിലല്ല കാര്യം. തൊമ്മിക്കുഞ്ഞ് ഒരു ബോളിനെ അടിച്ചു പറത്തി. അതങ്ങ് ദൂരെ പോയി വീണു. കുറച്ചു ദിവസം പരിശീലിച്ചാൽ എല്ലാവർക്കും കളിക്കാവുന്നതേയുള്ളൂ. മുതിർന്ന സായിപ്പുമാരും വന്ന് അടിക്കുന്നുണ്ട്. റെജി ആദ്യമായാണ് ഇത് പിടിക്കുന്നതെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. വിറക് വെട്ടുന്നത് പോലെയാണ് അടിച്ചതെങ്കിലും ആ പന്ത് തെറിച്ചു പോയിട്ടുണ്ട്. അലക്സ് വീണ്ടും അടിച്ചപ്പോഴും ആദ്യത്തെ അടി ചീറ്റി.
Nice. That is nice. രണ്ടാമത്തേത് കൊണ്ട് പന്ത് തെറിക്കുകയും ചെയ്തു. എല്ലാ പന്തും കളിച്ചിട്ട് പോകണമെന്ന് അലക്സിന് ആഗ്രഹമുണ്ടായിരുന്നു. കുറെ ആളുകൾ നിരനിരയായി നിന്ന് പരിശീലിക്കുന്നുണ്ടിവിടെ. ഞങ്ങൾ ഗോൾഫ് കോഴ്സിൽ നിന്നും ഇറങ്ങി. തൊമ്മിക്കുഞ്ഞിനെ വീട്ടിൽ വിട്ട ശേഷം ഇപ്പോൾ ദീർഘമായ യാത്രയിലാണ്. അലക്സ് ആണ് ഡ്രൈവിംഗ് സീറ്റിൽ. ഇനി ഏതാണ്ട് 700 കിലോമീറ്റർ ഓടണം. ഗ്രേറ്റ് ഈസ്റ്റേൺ ഹൈവേ എന്നാണ് ഈ പാത അറിയപ്പെടുന്നത്. പലയിടത്തും 4 വരി കാണുന്നുണ്ടെങ്കിലും ഇനി കുറച്ചങ്ങ് ചെന്നു കഴിയുമ്പോൾ 2 വരിയേ ഉണ്ടാകൂ. കാരണം വിജനപ്രദേശങ്ങളാണ് കൂടുതലും. മനുഷ്യവാസമുള്ള സ്ഥലങ്ങൾ കാണണമെങ്കിൽ 100-200 കിലോമീറ്റർ ഓടേണ്ടി വരും. വനങ്ങളും വിജനമായ തരിശു നിലങ്ങളുമാണ് കൂടുതലും. ഓസ്ട്രേലിയയുടെ ഉൾനാടുകൾ അങ്ങനെയാണ്. ഇവിടെയൊക്കെ ഒരു കാലത്ത് വസിച്ചിരുന്ന ഈ ഭൂമിയുടെ അവകാശികളായ അബോറിജിനുകളെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ പാരമ്പര്യമുള്ളവരാണ് ഓസ്ട്രേലിയയിലെ അബോറിജിനുകളെന്ന് പൊതുവെ പറയാറുണ്ട്. നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യർ. തമിഴിലെ 100 കണക്കിന് വാക്കുകൾ അവരുടെ ഭാഷയിലുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദക്ഷിണേന്ത്യയിൽ നിന്ന് കടൽ കടന്ന് ഈ തീരത്ത് വന്ന് കയറിയവരാകാം. പക്ഷേ 17-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ എത്തിയ യൂറോപ്യന്മാർ അബോറിജിനുകളെ വേട്ടയാടുകയാണ് ചെയ്തത്. അവർ പല ഗോത്രങ്ങളെയും ഒന്നാകെ കൂട്ടക്കൊല ചെയ്തു. അവരുടെ നാട് പിടിച്ചെടുത്തു. ഇപ്പോൾ ഇവിടെ ശേഷിക്കുന്ന അബോറിജിനുകളുടെ ജീവിതം പരമദയനീയമാണ്. അവരെ വെള്ളക്കാർ ജോലിക്കൊന്നും വെക്കില്ല. പകരം പെൻഷൻ പോലെ നിശ്ചിത തുക ഓരോ അബോറിജിൻ ഗോത്രക്കാർക്കും കൊടുക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഗവൺമെന്റ് അങ്ങനെ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. വെറുതെ കിട്ടുന്ന പണമാണല്ലോ. ജീവിതത്തിൽ ലക്ഷ്യബോധമൊന്നുമില്ല. പലർക്കും ജീവിത നൈരാശ്യവുമാണ്. അതിനാൽ ബഹുഭൂരിപക്ഷം അബോറിജിൻ ജനതയും ലഹരിക്ക് അടിമകളാണ്. അവർ രാവിലെ മുതൽ ലഹരിയടിച്ചു കറങ്ങി നടക്കും. എല്ലാ ആഴ്ചയിലും കിട്ടുന്ന പെൻഷൻ കൊണ്ട് മദ്യപിച്ചും ഭക്ഷണം കഴിച്ചും തെരുവുകളിലൂടെ അലഞ്ഞു നടക്കും. അവരിൽ ചെറിയൊരു ശതമാനം നല്ല ജീവിതം നയിക്കുന്നവരുമുണ്ട്. പലവിധ ജീവിത പ്രശ്നങ്ങളും ജനിതകപരമായ കാരണങ്ങളും മൂലം അബോറിജിൻ ജനതയ്ക്ക് ആയുസ്സും വളരെ കുറവാണ്. 50 വയസ്സുവരെയൊക്കെയാണ് ശരാശരി ആയുസ്. അബോറിജിൻസിന്റെ കുട്ടികളെ മാതാപിതാക്കളിൽ നിന്നും ബലമായി വേർപെടുത്തിക്കൊണ്ടുപോയി പ്രത്യേക ഷെൽട്ടറുകളിൽ താമസിപ്പിക്കുന്ന സമ്പ്രദായമുണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ. സ്റ്റോളൻ ജനറേഷൻ എന്നാണ് ആ കുട്ടികളുടെ തലമുറ അറിയപ്പെടുന്നത് തന്നെ. അബോറിജിൻസുമായുള്ള പരിചയത്തിന്റെ വെളിച്ചത്തിൽ അതേക്കുറിച്ചുള്ള അറിവുകൾ അലക്സും പറയുന്നുണ്ട്. അബോറിജിൻസിന്റെ ഭാഷയും സംസ്കാരവും പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികളെ മാതാപിതാക്കളിൽ നിന്നും വേർപെടുത്തി യൂറോപ്യൻ സംസ്കാരത്തിൽ വളർത്താൻ ശ്രമിച്ചത്. ഓസ്ട്രേലിയൻ സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളുമെല്ലാം അതിന് മുന്നിട്ടിറങ്ങി. ഇങ്ങനെ വേർപെടുത്തപ്പെട്ട കുട്ടികൾ മിക്കവരും പിന്നീട് ഒരിക്കലും അവരുടെ മാതാപിതാക്കളെ കണ്ടിട്ടില്ല. അതേക്കുറിച്ച് പല സിനിമകൾ വരെ പിന്നീടുണ്ടായി. ബേക്കേഴ്സ് ഹിൽ എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ഇവിടെ പ്രശസ്തമായൊരു ബേക്കറി ഉണ്ടെന്നതാണ് ആ പേര് വരാൻ കാരണം. നേരെ മുന്നിൽ കാണുന്നതാണ് ബേക്കറി. ബേക്കേഴ്സ് ഹിൽ പൈ ഷോപ്പ് എന്ന ബോർഡ്. പൈ എന്ന വിഭവമാണ് ഇവിടെ പ്രധാനമായും വിൽക്കുന്നത്. 125 വർഷമായി പ്രവർത്തിക്കുന്ന ബേക്കറിയാണിത്. ഹൈവേയിലൂടെ കടന്നുപോകുന്ന ട്രക്ക് ഡ്രൈവർമാരും പാസഞ്ചേഴ്സുമെല്ലാം ഇവിടെ ഇറങ്ങി പൈ കഴിക്കാറുണ്ട്. ഈ ഇരിക്കുന്നതാണ് പൈ. അത് വാങ്ങിക്കഴിക്കാമെന്ന് തീരുമാനിച്ചു. പെർത്തിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇവളാണ് സെയിൽസ് ഗേൾ. പലതരം പൈകളുണ്ട്. ചിക്കൻ, ബീഫ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നിങ്ങനെ. ഞങ്ങൾ സ്റ്റേക്ക് ആൻഡ് മഷ്റൂമും സ്റ്റേക്ക് ആൻഡ് പെപ്പറും ഓർഡർ ചെയ്തു. ഇവിടെ തന്നെയാണോ ഇതുണ്ടാക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഇവിടെ തന്നെയാണെന്ന് ഇവൾ ചൂണ്ടിക്കാണിച്ചു തന്നു. ആദ്യകാലം മുതൽ ഈ സ്ഥാപനം ഇവിടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ 1.25 നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള സ്ഥാപനമാണിത്. റെജി ആതിഥ്യമര്യാദയോടെ പണം നൽകി പൈകൾ വാങ്ങി. ഇവിടെ ഇരുന്ന് അത് കഴിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഇതാണ് പൈ. ഇതിനകത്ത് മാംസമാണ്. നമ്മുടെ പബ്സിന്റെ മറ്റൊരു വകഭേദമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പബ്സ് പോലെ പൊടിഞ്ഞു പോകുന്നില്ല.
അകത്ത് മസാല ചേർത്ത് വേവിച്ച മാംസമാണ്. രസമുള്ളൊരു വിഭവം തന്നെയാണിത്. 14-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിലാണ് പൈകൾ ഉത്ഭവിച്ചതെന്നാണ് ചരിത്രം. എന്നാൽ ലോകത്തിന്റെ പല ഭാഗത്തും ഇതേ രീതിയിലുള്ള ഭക്ഷ്യവിഭവം ഉണ്ടാക്കാറുണ്ട്. അകത്തിരിക്കുന്നത് കണ്ടാൽ ചോക്ലേറ്റ് ആണെന്ന് തോന്നും. പക്ഷേ അത് ചോക്ലേറ്റ് അല്ല, മീറ്റ് തന്നെയാണ്. നന്നായി മസാല ചേർത്ത് വേവിച്ച മാംസം. സൂപ്പർ വിഭവമാണെന്ന് റജി സാക്ഷ്യപ്പെടുത്തി. ഇവർ ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതാണ്. സ്റ്റെയ്ക്ക് ആൻഡ് പെപ്പറാണ് അലക്സ് കഴിക്കുന്നത്. കുരുമുളകിന്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുകയാണ്. നല്ല രുചിയുണ്ടെന്ന് അലക്സും സാക്ഷ്യപ്പെടുത്തുന്നു. അതും ഓരോ കാപ്പിയും കഴിച്ചു. അല്പനേരം വിശ്രമിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. പല വണ്ടികളും പൈ ഷോപ്പിലേക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ പ്രശസ്തമായ ഷോപ്പാണ്. ധാരാളം ആളുകൾ വന്ന് ഇവിടെ ഇരുന്ന് കഴിച്ചും പാക്ക് ചെയ്ത് വാങ്ങിയുമൊക്കെ പോകുന്നു. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടരുകയാണ്. പൈ വിൽക്കുന്ന പല റെസ്റ്റോറന്റുകളുണ്ട് പാതയോരത്ത്. ഇനിയും ഒരു 5 മണിക്കൂറെങ്കിലും ഓടണം ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ.